ഡോക്ടർ ബി ജയരാജ്, തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ലളിതമായി പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എന്ന് പറഞ്ഞാൽ ശബരിമല ഉൾപ്പെടെ ആ ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ പരിപാലന ചുമതല നിർവഹിക്കേണ്ടുന്ന ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് ഈ റിപ്പോർട്ടിൽ എണ്ണി പറഞ്ഞിരിക്കുന്നത്. മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ; ഡി സുധീഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ; ജയശ്രീ, അന്നത്തെ ബോർഡ് സെക്രട്ടറി; എസ് ശ്രീകുമാർ, പിന്നീട് മഹസറിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ; സുനിൽ കുമാർ, അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ; ആർ ജി രാധാകൃഷ്ണൻ, തിരുവാഭരണം കമ്മീഷണർ; വി എസ് രാജേന്ദ്ര പ്രസാദ്, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ 19/9/2019; പിന്നെ ഈ കെ എസ് ബൈജു അടക്കമുള്ളവർ. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം പേരുടെ പട്ടിക ഈ ലിസ്റ്റിനകത്ത്, ഈ അന്വേഷണ റിപ്പോർട്ടിനകത്തുണ്ട്. ബോർഡിന്റെ തീരുമാനത്തെ വെട്ടിത്തിരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിന്നും സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകാൻ ആ തീരുമാനത്തിൽ തന്നെ തിരുത്തൽ വരുത്തിയ ബോർഡ് സെക്രട്ടറി ജയശ്രീ, പിന്നെ കൺമുന്നിൽ വെച്ച് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളിയാണ് എന്ന് മഹസർ എഴുതി രേഖപ്പെടുത്തിയ ആളുകൾ, തന്ത്രി കണ്ഠര് രാജീവരടക്കമുള്ളവർ ഒപ്പിടേണ്ട സ്ഥാനത്ത് ചിലതിൽ ഒപ്പിടാതെ നിൽക്കുന്ന അതടക്കമുള്ള തട്ടിപ്പുകൾ, ഇതൊക്കെ നടന്നിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ശബരിമലയിൽ എന്ന് വ്യക്തമാക്കുന്ന ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും ദേവസ്വം വകുപ്പിനും ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റിനും ഈ തട്ടിപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ഡോക്ടർ ബി ജയരാജ്. നമ്മൾ ഈ വിഷയം ആദ്യമായിട്ട് ചർച്ചയിൽ വരുന്നത്, പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ഒരു വേളയിലാണ്. ആ വേളയിൽ ഇതിനെതിരെ ആദ്യമായിട്ട് പരാതി കൊണ്ടുവരുന്നത് ഒരു പീഡ വിവാദമായിട്ട് ചേർന്നിട്ട് ഈ പറയുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ പീഡം എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തുകയും അത് വീണ്ടും അത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ശ്രമം പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ആരാണ്, അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഉത്സവ സ്ഥലത്തൊക്കെ ചില ആളുകൾ കള്ളം വരുന്നതെന്ന് വിളിച്ചുകൊണ്ട് ഓടുകയും ആ സമയത്ത് മാല പൊട്ടിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതുമാതിരിയുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ചത്. അതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത സർക്കാർ ഇക്കാര്യത്തിലൊക്കെ സുതാര്യമായ അന്വേഷണമാണ്. സർക്കാരിന് ഇതിനകത്ത് മറച്ചു വയ്ക്കാനും ദേവസ്വം മന്ത്രിക്കോ സർക്കാരിനോ ഒന്നും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഈ അന്വേഷണത്തിൽ യാതൊരുവിധ ഇടപെടലും സർക്കാർ നടത്തുകയുണ്ടായില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് 8 ഉദ്യോഗസ്ഥരുടെ പേരും അതുപോലെ മുൻ ദേവസ്വം കമ്മീഷൻ്റെ പേരും ഒക്കെ പരാമർശത്തിൽ 6 ആഴ്ചക്കകത്ത് വെച്ച് പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയും എന്തൊക്കെയാണ് അവിടെ നടന്നത്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല വിവാദങ്ങളും താങ്കൾ പറഞ്ഞ ഒരു ഭാഗം ശരിയാണ്. ഈ ഇതിലെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് പീഠം കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നത്. പ്രശ്നം പീഠം എന്നതല്ലല്ലോ. 1999 സ്വർണം പൂശിയിരുന്ന അല്ലെങ്കിൽ സ്വർണത്തിന്റെ തകിട് കൊണ്ട് പൊതിഞ്ഞിരുന്ന ആ ചെമ്പുപാളി 2019 എങ്ങനെയാണ് വെറും ചെമ്പുപാളിയായി മാറിയത്? ആരാണ് ഡോക്ടർ ബി ജയരാജ് ഇത് ചെമ്പുപാളിയാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അന്ന്, അതായത് 3/7/2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷതയിൽ കൂടിയ ബോർഡ് മീറ്റിംഗിലെ 77-ാം നമ്പർ അജണ്ട അനുസരിച്ച് എടുത്ത തീരുമാനമാണ് ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും, കൂടാതെ ശ്രീകോവിലിന്റെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിൽ ഏതാണെന്നറിയോ? സ്വർണം പൂശിക്കിടക്കുന്ന, സ്വർണത്തിന്റെ തകിട് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളെയാണ് പറയുന്നത്. ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകിയെന്ന്. ഇനി അതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സ്നേഹാദരങ്ങളോടെ പിന്നീട് അവിടുത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി അതൊരു ഉത്തരവായി ഇറക്കിയപ്പോൾ ഇങ്ങനെ കൂടി ചേർത്തു: ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നുവെന്ന്. ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം അവിടെ ശബരിമലയുടെ സന്നിധാനത്ത് വെച്ച് ചെയ്യേണ്ട അറ്റകുറ്റപ്പണികളും സ്വർണ്ണപ്പൂശലും ഒക്കെ കൊണ്ടുപോയി 39-40 ദിവസം പുറത്തു കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം ചെയ്തു കൊടുക്കാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ, അതിനു വേണ്ടിയിട്ട് ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡ്, ഇവർക്കൊന്നും ഉത്തരവാദിത്തമില്ല. ഡോക്ടർ ബി ജയരാജ്, ഇനി 6 ആഴ്ചയിൽ അന്വേഷണം കഴിഞ്ഞ് കാത്തു നിൽക്കണോ ആ ബോർഡിന്റെ
കൊള്ളരുതായ്മകളും പിടിപ്പുകേടുകളും പുറത്തു കൊണ്ടുവരാൻ? തീർച്ചയായിട്ടും. കാര്യം നമ്മളൊരു അന്വേഷണം നടക്കുന്നുണ്ട്, അതിനിടെ ഹൈക്കോടതി ഇടപെട്ട് നടത്തുന്ന ഒരു അന്വേഷണമാണ്. അതിൻ്റെ എന്താണ് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പിലേ തന്നെ നമ്മൾക്ക് കുറച്ചുകൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് കല്ലും നെല്ലും തിരിയാനായിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാം ആരൊക്കെയാണ് തെറ്റുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഇനി ബോർഡ് മെമ്പർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ബോർഡ് മെമ്പർമാരോ, അതിന് ഉയരത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ ഈ അന്വേഷണം അവസാനിക്കുന്നില്ല. കാരണം ഭഗവാന്റെ ഒരു തരി സ്വർണം പോലും, ഒരു തരി, ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്, 1 ഗ്രാം സ്വർണം പോലും നഷ്ടം വരാനായിട്ട് ഈ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നില്ല, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് കള്ളത്തരം കാണിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരെ പ്രതിപട്ടികയിൽ ചേർക്കി അവർക്ക് പരമാവധി ശിക്ഷ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബ്രീച്ച് ഓഫ് ഇത് ഈ പറഞ്ഞ കണക്കുള്ള ട്രസ്റ്റ്, മോഷണം, പിന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, ഇങ്ങനെയുള്ള മുഴുവൻ വകുപ്പുകളും പ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉപ്പ് തിന്നവനാണ് വെള്ളം കുടിക്കും. വേറൊരാളുണ്ടല്ലോ 1.25 കോടി രൂപയ്ക്ക് പാത്രം വാങ്ങിച്ചതിൻ്റെ പേരിൽ പകുതി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പഴയ മന്ത്രി ശിവകുമാറിൻ്റെ ബ്രദർ കോൺഗ്രസ് ഭരണകാലത്തായിരുന്നല്ലോ, ഇതേ ശബരിമലയിൽ തന്നെയാണല്ലോ പാത്രം വാങ്ങിക്കുന്ന ഒരു അഴിമതി നടത്തിയത് 2013 2011 മറ്റോ. അപ്പൊ അതുപോലെ എല്ലാ ആളുകളുടെയും കയ്യിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്. ഈ പിടിപ്പുകേടിന്, ഈ കൊള്ളയ്ക്ക്, ഈ കൊള്ളരുതായ്മയ്ക്ക് ഉള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ദേവസ്വം വകുപ്പിനും ഉണ്ടോ ഇല്ലയോ? ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും 1-2 ദേവസ്വം ബോർഡ് മെമ്പർമാരും ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. എന്തായാലും ഉദ്യോഗസ്ഥരുടെ തിരുത്തിയത് കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഏത് ഭാഗമാണ് താങ്കൾ വിശ്വസിക്കാത്തത്? സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ റിപ്പോർട്ട് സമർപ്പിച്ച ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിന്റെ ഏത് ഭാഗമാണ് ഡോക്ടർ ബി ജയരാജ് ഈ ചർച്ചയിൽ താങ്കൾ പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നില്ല എന്ന്? ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാരെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളാണ് എനിക്കിതുവരെ ക്ലിയർ ആവാത്തത്. അതിന്റെ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 3 ആഴ്ചയും കൂടെ കാത്തു നിൽക്കാനായിട്ട് പറയുന്നത്. 3 ആഴ്ച ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വിധി പകർപ്പ് വരും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ ബി ജയരാജ്, കൂടുതൽ എന്തിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് ആലോചിച്ച് പോകുന്നത്? ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലെ രേഖകളാണ് ഞാൻ ഈ പറഞ്ഞത്. മിനിറ്റ്സിന്റെ ഭാഗം ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഡോക്ടർ ബി ജയരാജ് ഞാൻ വായിച്ചത്. 13/7/2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടിയ ബോർഡ് മീറ്റിംഗിൽ 77-ാം നമ്പർ അജണ്ട പ്രകാരം എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ താങ്കൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. ഇതിൽ ഏത് ഭാഗമാണ്, വിച്ച് പാർട്ട് ഓഫ് ദിസ് റിപ്പോർട്ട് താങ്കൾക്ക് അൺജസ്റ്റിഫയബിൾ എന്നോ വിശ്വസിക്കാൻ പറ്റാത്തെന്നോ തോന്നുന്നത്? ആൻഡ് വൈ യു ഷുഡ് ടെൽ ദ റീസൺ? അതൊരു റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഴുവൻ റിപ്പോർട്ടും വരട്ടെ. ആ മുഴുവൻ റിപ്പോർട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഫൈനലായിട്ടൊരു ജഡ്ജ്മെന്റിലാവാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾക്ക് തോക്കിനകത്ത് കയറി വെടിവെക്കാൻ പറ്റില്ലല്ലോ. റിപ്പോർട്ടിന് ഒരു സമയമുണ്ട്. ആ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. അതല്ലാതെ ED അന്വേഷിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ED അന്വേഷിക്കുന്നുണ്ട്, കേന്ദ്ര ഏജൻസി എന്നുള്ള രീതിയിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തിന് പുറത്തൊക്കെ ഇതൊരു പ്രദർശന വസ്തുവായി, അതായത് അയ്യപ്പന്റെ സ്വത്തിന്റെ ഭാഗം പ്രദർശന വസ്തുവായി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഈ ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കാര്യങ്ങൾ അന്വേഷിച്ചു. അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അന്വേഷിച്ചതിന്റെ വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ ഒക്കെ പ്രതി ചേർത്തുകൊണ്ട് FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. വാട്ട് എൽസ് ഡു യു നീഡ്? ഇന്നിപ്പോൾ അതിന്റെ അസറ്റുകളൊക്കെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് അന്വേഷണം തുടരുകയല്ലേ. ഇന്ന് രാത്രി നാളെയൊക്കെ ആയിട്ട് അവിടെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനി ആറന്മുള പോയി സ്ട്രോങ് റൂമിൽ എടുത്ത് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ. ഇതെല്ലാം തട്ടിച്ച് നോക്കണ്ടേ. ഇത് തട്ടിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കിപ്പോഴേ ചാടി ഒരു കാര്യം എടുത്തു പറയാനായിട്ട് പറ്റുമോ. എവിടെയാണ് ഇതിനകത്ത് പറ്റിയത്, ആരെയൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി സമർത്ഥമായി കബളിപ്പിച്ചത്, ആരെല്ലാം ഇനി അഥവാ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുനിന്നത് ആരൊക്കെ, എത്ര നഷ്ടം വന്നു, 4 കിലോ. രാഹുൽ, ബിഫോർ യു ജോയിൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു രാഹുൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമൊന്നുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്തൊരു ഇരയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ഇരയല്ല, ഞാൻ നോട്ട് ദാറ്റ് ഈസ് എ വിക്ടിം. അയാളെ കോർത്തുകൊണ്ട് ബാക്കി വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നർത്ഥത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.